നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഊട്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാലത്തിനനുസരിച്ച് മാറേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു സമയത്ത് ഫിലിം ക്യാമറകളും റീലുകളുമായിരുന്നു ലോകം. ഫിലിം കമ്പനികൾ വളരെ ശക്തമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിരുന്നു കൊഡാക്ക്. പക്ഷേ കാലം പതിയെ മാറാൻ തുടങ്ങി. ഡിജിറ്റൽ ക്യാമറ വന്നു, പിന്നീട് മെമ്മറി കാർഡ് വന്നു. ആയിരക്കണക്കിന് ഫോട്ടോസ് ഒരു ചെറിയ കാർഡിൽ സേവ് ചെയ്യാൻ ആളുകൾ തുടങ്ങി. ഫിലിം വാഷ് ചെയ്യേണ്ടതില്ല, റീൽ ചേഞ്ച് ചെയ്യേണ്ടതില്ല. ടെക്നോളജി മാറി, ആളുകളുടെ ഹാബിറ്റ്സ് മാറി. പക്ഷേ പല വലിയ കമ്പനികളും ഒരു തെറ്റ് ചെയ്തു. അവർ വിചാരിച്ചു, ഞങ്ങൾ ഇത്ര വലിയ കമ്പനിയാണ്, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന്. അവർ ചേഞ്ചിനെ സീരിയസ് ആയി എടുത്തില്ല. പക്ഷേ മാർക്കറ്റ് വെയിറ്റ് ചെയ്തില്ല. മെമ്മറി കാർഡ് വന്നപ്പോൾ ഫിലിം കമ്പനികൾ പതിയെ അടഞ്ഞുപോയി. ഒരു കാലത്ത് ലോകം നിയന്ത്രിച്ചിരുന്ന കമ്പനികൾ പോലും ഇന്ന് ഹിസ്റ്ററിയായി. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ ലെസനുണ്ട്. കാലം മാറുമ്പോൾ നമ്മളും മാറണം. ബിസിനസ്സിൽ എക്സ്പീരിയൻസ് പ്രധാനമാണ്. പക്ഷേ എക്സ്പീരിയൻസ് മാത്രം മതിയാകില്ല. പുതിയ ടെക്നോളജി പഠിക്കണം, പുതിയ ട്രെൻഡ്സ് മനസ്സിലാക്കണം. കാരണം മാർക്കറ്റ് ആരെയും കാത്തു നിൽക്കില്ല. നിങ്ങൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പിന്നിലാകും. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, ഓൺലൈൻ ബിസിനസ് വളരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറുന്നു. പഴയ രീതിയിൽ മാത്രം പിടിച്ചു നിന്നാൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ പഠിക്കാൻ തയ്യാറായ ആളുകൾക്ക് എല്ലാ കാലത്തും അവസരമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ചേഞ്ചിനെ പേടിക്കരുത്, ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യൂ, അതിനെ മനസ്സിലാക്കൂ. അതോടൊപ്പം നിങ്ങൾ ഗ്രോ ചെയ്യൂ. കാരണം വിജയിക്കുന്നവർ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നവരല്ല, ഫ്യൂച്ചർ വരുന്നതിന് മുമ്പ് തയ്യാറാകുന്നവരാണ്. നിങ്ങളോട് ചോദ്യം ചോദിക്കൂ, ഞാനിപ്പോഴും പഴയ രീതിയിലാണോ, അല്ലെങ്കിൽ പുതിയ കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആകുന്നുണ്ടോ? ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റാൻ കഴിയും. കാലം മാറും, മാർക്കറ്റ് മാറും. പക്ഷേ പഠിക്കുന്ന ആളുകൾ ഒരിക്കലും തോൽക്കില്ല. ചേഞ്ച് ഈസ് നോട്ട് എ ത്രെറ്റ്, ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അഡാപ്റ്റ് ഇറ്റ് ബിഫോർ ദ മാർക്കറ്റ് ഫോഴ്സസ് യു ടു